എജുപോട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട് തലേ ദിവസം ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുത്തു. പിറ്റന്നാള് ക്വസ്റ്റ്യൻസ് അതേപടി വരുന്നുണ്ട്. എജുപോട്ടിന്റെ ഈ ഒരു വളർച്ചയിൽ ആരൊക്കെയോ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. ഞാനിതൊരു വെല്ലുവിളിയാണ് നടക്കുന്നത്. മൂപ്പര് പറയുന്ന ക്വസ്റ്റ്യൻസ് അല്ലാതെ വെള്ളിയാഴ്ച നടക്കുന്ന ഫിസിക്സിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ വെറും ഒരു ലൈവ് അല്ല, ഇതൊരു പോരാട്ടമാണ്. ഇതൊരു വെല്ലുവിളിയാണെന്ന് കൂട്ടിക്കോ. കേരളത്തിലെ ഇത്രയും അടിപൊളിയായി ഫിസിക്സ് എടുക്കുന്ന അല്ലെങ്കിൽ കോൺസെപ്റ്റുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ക്ലാസ് എടുത്തു വരുന്ന കേരളത്തിൽ ഏതെങ്കിലും ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിന് താഴെ ആ ടീച്ചറെ പേര് എഴുതാം. കാരണം നമ്മളത് അംഗീകരിക്കുന്ന കാര്യമാണ്. ഇന്ന് കേരളത്തിൽ ഇത്രയും അടിപൊളിയായി അതാരാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഫിസിക്സിൻ്റെ കുലപതി, ഫിസിക്സിൻ്റെ രാജാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഡാനി സാർ തന്നെയാണ്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. മക്കളെ 10ാം ക്ലാസ്സിലെ ഇത്രയും എക്സാം കഴിഞ്ഞു. കേരളത്തിൽ ഇത്രയും അടിപൊളിയായി ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്ത മറ്റൊരു ചാനലില്ല. മാത്രമല്ല നമുക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരാൻ തുടങ്ങി. അതായത് ഫോൺ കോളിലൂടെ, അതുപോലെ തന്നെ മെസ്സേജുകളിലൂടെ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെയൊക്കെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല നമ്മൾ രാത്രിയെ പകലാക്കിക്കൊണ്ടുള്ള ലൈവ് എടുക്കുന്നത്. അതായത് ഭക്ഷണം പോലും മാറ്റി വെച്ചിട്ട് ഒരു പക്ഷേ 3 മണി 4 മണിക്കേക്കാണ് നമ്മൾ ഉറങ്ങുന്നത്. എന്നിട്ട് വീണ്ടും 5:30 എഴുന്നേറ്റ് ബൂസ്റ്റർ ലൈവ്, അതായത് രാവിലത്തെ റോക്കറ്റ് ലൈവ് ഉണ്ടായിരിക്കും. ഇതൊന്നും ചെയ്യുന്നത് ഈ പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല. ഇന്നും ഡാനി സാറും സുഹൈൽ സാറും ഐദ മിസ്സും വന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്തു തരും. ഇനി നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡാനി സാർ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസിനെ കാണുമ്പോൾ നിങ്ങൾക്കും ചൊറച്ചിൽ വീണ്ടും തുടങ്ങും. അങ്ങനെ തന്നെ പറയാണ്. കാരണം എജുപോട്ടിൻ്റെ ഈ ഒരു വളർച്ചയിൽ ആരൊക്കെയോ ഒരു ഗൂഢാലോചന നടത്തുന്നത് എജുപോട്ടിനെ ഇല്ലാതാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് എജുപോട്ടിൻ്റെ ലൈവ് കൗണ്ടിൽ വ്യൂ കുറച്ച് കുറഞ്ഞു കാണിക്കുന്നത്. കാരണം യൂട്യൂബിനെതിരായിട്ട് യൂട്യൂബിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. എന്നാൽ പോലും ഇന്ന് കൃത്യം 7 മണിക്ക് ഫിസിക്സ് നിങ്ങളെ തൂക്കിയെടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം, കേരളത്തിൽ ഞാനിതൊരു വെല്ലുവിളിയാണ് നടക്കുന്നത്. അതായത് വിദ്യാർത്ഥികളോടല്ല, നമ്മൾ പോരാ അല്ലെങ്കിൽ ഡാനി സാർ പോരാ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചിലവരെന്ത് ചെയ്യാറുണ്ട്. എനിക്ക് ഇന്നലെ ഫോൺ കോളിലൂടെ വന്ന് ഞാൻ പറഞ്ഞു, നാളത്തെ ഡാനി സാറിൻ്റെ ക്ലാസ് ഉണ്ടോ? മൂപ്പര് പറയുന്ന ക്വസ്റ്റ്യൻസ് അല്ലാതെ വെള്ളിയാഴ്ച നടക്കുന്ന ഫിസിക്സിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന പണി, കാരണം ക്വസ്റ്റ്യൻസ് അതേപടി പഠിപ്പിക്കലല്ല ഡാനി സാറിൻ്റെ കോൺസെപ്റ്റ്. കാരണം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അതാണ്, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ സിമ്പിളായിട്ട് കിട്ടും. ഈ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെ ഒക്കെ ഒരു സംഭവം അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഫിസിക്സ് കോൺസെപ്റ്റ്, അതിൽ ഡാനി സാറിനെ കവിച്ച് കെട്ടാൻ ഒരാളില്ല. അത് ഇത്രയും കാലങ്ങൾ കൊണ്ട് അത്രയത്തെ എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ട്, കുട്ടികളുടെ കമൻറ്റിൻ്റെ ഫലമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് കൃത്യം 7 മണിക്ക് മക്കൾ നിർബന്ധമായിട്ടും വരണം. കാരണം ഇതാർക്കുള്ള മറുപടിയാണെന്ന് വെച്ചാൽ എജുപോട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട് തലേ ദിവസം ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുത്തു. പിറ്റന്നാൾ ക്വസ്റ്റ്യൻസ് അതേപടി വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പറഞ്ഞതേ വന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാസ് BGM ഇട്ടിട്ട് നിങ്ങൾ ഷോർട്സ് ഇറക്കുന്നെന്ന് പറഞ്ഞവർക്ക് ഞങ്ങൾ മാസ് BGM ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ സത്യമുണ്ട്. ഞങ്ങൾ പറഞ്ഞതേ വന്നു എന്ന് പറയുന്നതിൽ അതിൽ സത്യമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പറയുമ്പോൾ ഷോർട്സ് ഇറക്കാതിരിക്കണം? നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞതേ വന്നുള്ളൂ എന്നുള്ള വീഡിയോ ചെയ്യാതിരിക്കണോ? അതങ്ങട്ട് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പച്ചക്ക് പറയുന്നത് അധികം വിഷമുണ്ടായതുകൊണ്ടാണ്. നമ്മൾ അത്രത്തോളം ഉറക്കമൊഴിച്ചിട്ട് ഒരു പക്ഷേ ഉച്ചക്കുള്ളതും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഒരുമിച്ച് കഴിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് അത്രക്കും സമയം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചാണ്. മക്കളെ, നിങ്ങളാണ് നമ്മുടെ ബലം, നിങ്ങൾ തന്നെയാണ് ബലം. നിങ്ങൾ ഒരിക്കലും നമ്മളെ തള്ളിപ്പറയില്ല എന്നറിയാം. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഇന്ന് കൃത്യം 7 മണിക്ക് മക്കളെ നമ്മുടെ ഡാനി സാറും സുഹൈൽ സാറും ഐദ മിസ് എടുക്കുന്ന ഇന്നത്തെ ലൈവിൽ മക്കൾ വരണം. ഇപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പം തന്നെ ലൈവിനൊന്ന് ലൈക്ക് ചെയ്തിട്ട് നോട്ടിഫൈ ഓണാക്കി വെച്ചോളൂ. പറ്റാണെങ്കിൽ ഇതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കുട്ടികൾ നെഞ്ചിലേറ്റി എന്നുള്ളതിൻ്റെ ഉദാഹരണം നമ്മൾ ഇന്നത്തെ ലൈവിൽ കാണിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ വെറും ഒരു ലൈവല്ല, ഇതൊരു പോരാട്ടമാണ്, ഇതൊരു പൊരുതലാണ്, ഇതൊരു സമരമാണ്. ആർക്കെതിരെ സമരം എന്ന് വെച്ചാൽ എജുപോട്ടിനെ പൂട്ടിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക്, ഫിസിക്സ് ഡാനി സാറിനെ ഇല്ലാതാക്കണമെന്ന് വിചാരിക്കുന്നവർക്കുള്ള ഒരു മറുപടി തന്നെയാണ് ഇന്ന് കാണിച്ചു തരാം ലൈവിൽ. നാളത്തെ എക്സാം പേപ്പർ നിങ്ങൾ കാണുമ്പോൾ അപ്പോൾ അവർക്കുള്ള മറുപടി വീണ്ടും നമ്മളിതിങ്ങനെ നമ്മൾ പറയുന്ന തീയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ തീയിൽ എണ്ണ ഒഴിക്കാനായിട്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് ഞങ്ങൾ നിങ്ങളെ വിളിക്കുകയാണ്. ഇന്ന് നമ്മൾ സെറ്റാക്കിയിരിക്കും ഉറപ്പായിട്ടും. ഏത് കോൺസെപ്റ്റ് മനസ്സിലാവാത്തുണ്ടെങ്കിലും ഡാനി സാർ നിങ്ങൾക്ക് സെറ്റാക്കി തരും. കാരണം കമൻറ്റുകളൊക്കെ ഇങ്ങനെ പറയുന്നത് അത് തന്നെയാണ്.
ഡാനിഷ് സാറിനെ കവിച്ച് കെട്ടാൻ ഇന്ന് കേരളത്തിൽ ഫിസിക്സിന് ഒരു അധ്യാപകനില്ല എന്ന് തന്നെ പറയട്ടെ. പറഞ്ഞുകൊണ്ട് ഇന്ന് കൃത്യം 7 മണിക്ക് മക്കളെല്ലാവരും ലൈവിലേക്ക് വരണം. നിങ്ങളെ കോൺസെപ്റ്റൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ച് തരാൻ ഡാനിഷ് സാറും സുഹൈൽ സാറും ഐത മിസ്സും സെറ്റായിരിക്കുകയാണ്.